നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ലോകോത്തരമായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഊർജം ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യ ഒരു ട്രെയിൻ ഓടിച്ചത്. അതായത് ഹൈഡ്രജൻ ട്രെയിൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. കാരണം ഈ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തുന്നത് ജിന്ദിനും സോനിപത്തിനും ഇടയിലാണ്. 83 കിലോമീറ്റർ നീളുന്ന യാത്രയാണ് ഈ പറയുന്ന ഹൈഡ്രജൻ ട്രെയിൻ നടത്തുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് അത് വെറുതെ ഒരു ട്രെയിൻ ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. കാരണം ഉന്നതമായ ഒരു സാങ്കേതിക വിദ്യ, ലോകത്ത് വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രം കൈവശമുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ, അത് മികവാർന്ന ഒരു രീതിയിൽ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന് മാത്രമല്ല, ഇന്ത്യ അത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്തു. ഹൈഡ്രജൻ ട്രെയിനുകൾ യഥാർത്ഥത്തിൽ ഇലക്ട്രിക് ട്രെയിനുകളാണ്. ജർമ്മനി, ജപ്പാൻ, റഷ്യ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്തരം ഹൈഡ്രജൻ ട്രെയിനുകളുള്ളൂ. ഹൈഡ്രജൻ ഇന്ധനമായി പ്രവർത്തിക്കുന്ന ട്രെയിൻ എഞ്ചിനുകളുള്ളൂ. ഇന്ത്യയിൽ 99% റെയിൽവേ ലൈനുകളും വൈദ്യുതിവൽക്കരിക്കപ്പെട്ടതാണ്. എങ്കിലും കുറച്ചധികം മേഖലകളിൽ ഡീസൽ ട്രെയിൻ ഇപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അത് ട്രെയിൻ അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം വൈദ്യുതീകരിക്കാൻ ചില സ്വാഭാവികമായ തടസ്സങ്ങളുള്ള ട്രെയിനാണ്. തുരങ്കപാതകൾ, അതുപോലെ തന്നെ മലയോര പാതകൾ, ഇവിടങ്ങളിലൊക്കെ ഇപ്പോഴും ഡീസൽ ട്രെയിനുകളാണ് ഇന്ത്യ ഓടിക്കുന്നത്. ഈ സമയത്ത് ഡീസലിന് പകരം ഇന്ധനമായേക്കാവുന്ന ഒരു വസ്തുവാണ് ഹൈഡ്രജൻ എന്നും ഹൈഡ്രജൻ ഇന്ധനമാക്കി ട്രെയിനുകൾ ഓടിക്കാമെന്നും ഇന്ത്യ ലോകത്തിന് തന്നെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതായത് ഹൈഡ്രജൻ ട്രെയിനുകളുള്ള മറ്റു രാജ്യങ്ങളിലെല്ലാം 2 ബോഗികളുള്ള ട്രെയിനുകളേ ഉള്ളൂ. എന്നാൽ ഇന്ത്യയിൽ 10 ബോഗികളുള്ള ട്രെയിനുകൾ വെച്ചാണ് ഈ ഹൈഡ്രജൻ ട്രെയിനിന് തന്നെ തുടക്കമിട്ടിരിക്കുന്നത് പോലും. അതായത് ഈ ഹൈഡ്രജൻ ട്രെയിന് യഥാർത്ഥത്തിൽ ഇലക്ട്രിക് ട്രെയിനുകളാണ്. വൈദ്യുതി കൊണ്ടാണ് അത് ഓടുന്നത്. പക്ഷേ ഈ ഓവർ ഹെഡ് കേബിളുകളിലൂടെ ലഭിക്കുന്ന വൈദ്യുതി അല്ല ഈ ട്രെയിനുകൾ ഓടുന്നത്. കാരണം ഈ ട്രെയിനുകൾക്ക് വൈദ്യുതി അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ട്രെയിനുകൾക്കകത്ത് തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഈ ട്രെയിനുകൾ ഓടുന്നത്. ആ വൈദ്യുതി കൊണ്ടാണ് ട്രെയിനിൻ്റെ എഞ്ചിൻ ഓടുന്നത്. ഈ ഹൈഡ്രജനാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. പുകയും കരിയും ഒന്നും പുറന്തള്ളുന്നില്ല. ശുദ്ധമായ നീരാവി മാത്രമാണ് പുറന്തള്ളുന്നത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് അനുയോജ്യമാണ്. വായു മലിനീകരണം സൃഷ്ടിക്കുന്നതല്ല, ക്ലീൻ എനർജിയാണ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനങ്ങൾ. മാത്രമല്ല, ഇന്ന് ഏറ്റവും വലിയ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഈ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ റേറ്റുകളാണ്. ആ റേറ്റുകളെന്ന് പറഞ്ഞാൽ 5 രൂപയിൽ തുടങ്ങുന്നതാണ് ടിക്കറ്റ്. ഈ 89 കിലോമീറ്റർ നീളം വരുന്ന ഈ റെയിൽവേ പാതയിൽ യാത്ര ചെയ്യാൻ 5 രൂപ മുതൽ 25 രൂപ വരെയാണ് ടിക്കറ്റ് ഈടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ട്രെയിൻ അതീവ ലാഭകരമായി കുറഞ്ഞ നിരക്കിൽ ഓടിക്കാൻ സാധിക്കുമെന്നാണ്. 5 രൂപ എന്ന് പറഞ്ഞാൽ റെയിൽവേ ഈടാക്കുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റിൻ്റെ പകുതിയാണ്. ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ 10 രൂപ കൊടുക്കുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ 5 രൂപ മാത്രമാണ് ആ യാത്രക്കാർക്ക് വേണ്ടിയുള്ളത്. എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാം. ഇന്ധനത്തിന് വില വളരെ കുറവാണ്. ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള വില വളരെ കുറവാണ്. അതേസമയം വലിയ രീതിയിലുള്ള വേഗത, 75 കിലോമീറ്റർ മുതൽ 110 കിലോമീറ്റർ വരെ ഈ ട്രെയിനിന് വേഗത കൈവരിക്കാൻ സാധിക്കും. ഹൈഡ്രജൻ മാത്രമാണ് ഇന്ധനം, അത് റീഫിൽ ചെയ്തു കൊടുത്താൽ മതി. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ലോകം മുഴുവൻ ഇന്നലെ ഇന്ത്യ ഓടിച്ച ഹൈഡ്രജൻ ട്രെയിൻ വളരെയധികം ആവേശത്തോടുകൂടി നോക്കിയിരിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനം എന്നത് ഈ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവനായും ഇന്ത്യയിൽ വെച്ചിട്ടാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം തദ്ദേശീയമായി നിർമ്മിച്ച ട്രെയിനാണ് ഇന്നലെ അഭിമാന പുരസ്സരം ഇന്ത്യ ഓടിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്തത് എന്നതാണ്. അങ്ങനെ പുതിയ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നതിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വളരെ ഗുണപരമായ മാറ്റം ഈ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്തകൾ വ്യക്തമാക്കുന്നത്. ഇതിന് സമാനമായ മറ്റൊരു വാർത്തയും ഇന്ന് പുറത്തു വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ലഡാക്കിലെ ഒരു വൈദ്യുതി ഉൽപ്പാദന നിലയത്തെക്കുറിച്ചാണ്. വൈദ്യുതി ഉൽപ്പാദന നിലയത്തിൽ എന്തിരിക്കുന്നു കാര്യമെന്ന് ചോദിച്ചാൽ, പല വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങളും പലതരത്തിലുള്ള ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ വ്യാപകമായി ജലവൈദ്യുത നിലയങ്ങളാണുള്ളത്. അതായത് നമ്മുടെ ഡാമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം ടർബൈനുകൾ കറക്കി, ആ ജലം ഉപയോഗിച്ച് ജലം ഇന്ധനമാക്കി ടർബൈനുകൾ കറക്കിയാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ഈ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. ജലവൈദ്യുത നിലയങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇന്ത്യയിലെ ഊർജ്ജ ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് കൽക്കരിയാണ്. ഏറ്റവും കൂടുതൽ ഊർജ്ജ നിലയങ്ങൾ ഈ കൽക്കരി
കൽക്കരി ഇന്ധനമാക്കുന്നു. ആ കൽക്കരി കൊണ്ട് താപനിലയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഡീസൽ കൊണ്ടൊക്കെ പ്രവർത്തിക്കുന്ന നിലയങ്ങളുണ്ട്, വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങളുണ്ട്. സൗരോർജം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങളുണ്ട്. ആണവോർജം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങളുണ്ട്. അതായത് കൂടംകുളം പോലെയുള്ള ഇന്ത്യയിൽ 7ഓളം ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ടറുകളുണ്ട്. യുറേനിയം എന്ന അപൂർവ ധാതു അത് 20% എൻറിച്ച് ചെയ്ത് 20%-ലധികം സമ്പുഷ്ടീകരിച്ച ഇന്ധനമാണ് ഈ ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അതും ഒരു പരിധിവരെ ക്ലീൻ എനർജിയാണ്. എന്നാൽ കൽക്കരി പോലെയുള്ളവ, ഡീസൽ പോലെയുള്ളവ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. കാർബൺ എമിഷൻ കൂടുതലാണ്. മാത്രമല്ല ജലവൈദ്യുത നിലയങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ നദികളുടെയും മറ്റും സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു. വനപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു. പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ജലവൈദ്യുത നിലയങ്ങൾക്കുമുണ്ട്. ആ സമയത്താണ് ആണവോർജം പോലെയുള്ള, സൗരോർജം പോലെയുള്ള ക്ലീൻ എനർജിക്ക് വലിയ പ്രാധാന്യം ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ലഡാക്കിൽ ഒരു വൈദ്യുത നിലയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ലഡാക്കിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയാണ് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള പദ്ധതിയാണ്. ജിയോ തെർമൽ പവർ എന്നാണ് ഇതറിയപ്പെടുന്നത്. അതായത് ഈ പദ്ധതിക്ക് ഇന്ധനം ആവശ്യമില്ല, വൈദ്യുതി ഉണ്ടാക്കാൻ ഇന്ധനം ആവശ്യമില്ല എന്നുള്ളതാണ് ഈ വൈദ്യുത പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം. ഇത് യഥാർത്ഥത്തിൽ ഒരു താപവൈദ്യുത പദ്ധതിയാണ്. താപവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ ജലം അത് ചൂടാക്കി അതിൽ നിന്ന് ഉയരുന്ന നീരാവി കൊണ്ട് ടർബൈനുകളെ കറക്കിയാണ് താപവൈദ്യുത നിലയങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ ജലം ചൂടാക്കാനായി കൽക്കരിയും ഡീസലും അതുപോലെ തന്നെ മറ്റ് മാർഗങ്ങളുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ജിയോ തെർമൽ പവർ സെൻറ്ററിൽ ഉപയോഗിക്കുന്നത് ഭൂമിക്കടിയിലെ ചൂടാണ്. ഒരു പരിധി കഴിഞ്ഞ് താഴേക്ക് കുഴിച്ചു കഴിഞ്ഞാൽ ഭൂമിക്കടിയിൽ വലിയ ചൂട് അനുഭവപ്പെടും. ആ ചൂട് ഒരു ഊർജ്ജ സ്രോതസ്സാണ്. ഈ ചൂട് ഉപയോഗിച്ചുകൊണ്ട് ജലം ചൂടാക്കി അതിൽ നിന്ന് വരുന്ന നീരാവി ഉപയോഗിച്ചുകൊണ്ട് ടർബൈനുകളെ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് ചില രാജ്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് വളരെയധികം വിജയകരമായി പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഒരു പദ്ധതിക്കാണ് ഭൂഗർഭ വൈദ്യുതി ഉൽപ്പാദനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പദ്ധതിയാണ് ലഡാക്കിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം. അത് ഇന്ത്യ വളരെ അഭിമാനത്തോടു കൂടി ലോകത്തോട് പറയുന്ന മറ്റൊരു പദ്ധതിയാണ്. പുതിയ സാങ്കേതിക വിദ്യയാണ്. അതായത് ഭൂമിക്കടിയിലേക്ക് ആയിരക്കണക്കിന് മീറ്റർ ആഴത്തിൽ കിണറുകൾ കുഴിക്കുക. ആ കിണറുകളിൽ വലിയ ചൂട് അനുഭവപ്പെടും. അവിടെയുള്ള ആ ജലം ചൂടായി നീരാവി ഉയരുന്നു. ആ നീരാവി ഉപയോഗിച്ചുകൊണ്ട് ടർബൈനുകളെ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ആണ് ലഡാക്കിൽ വൻ നേട്ടം കൊയ്തിരിക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്റ്റേഷനായി ലഡാക്കിലെ ജിയോ തെർമൽ പവർ സെൻറ്റർ മാറുകയാണ്. ഇത് ലഡാക്കിൻ്റെ ഭരണകൂടവും, ലഡാക്ക് നമുക്കറിയാം കേന്ദ്രഭരണ പ്രദേശമാണ്, എങ്കിലും ലഡാക്കിന് അവിടെ ഒരു ഭരണകൂടമുണ്ട്. ആ ഭരണകൂടവും അതോടൊപ്പം തന്നെ ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്ന ഒരു വികസന കൗൺസിൽ, അതോടൊപ്പം തന്നെ ONGC എനർജി സെൻറ്റർ എന്നിങ്ങനെ 3 ഏജൻസികളും ചേർന്നുകൊണ്ട് ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കുന്നു. ആ ത്രികക്ഷി കരാറിൻ്റെ ഭാഗമായിട്ടാണ് പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നത്. തീർച്ചയായും ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് കാണിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട മാതൃകയും ഉദാഹരണവുമാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഭൂമിക്കടിയിലെ ചൂട് ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കിയിരിക്കുന്നു. വലിയ നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ട്രെയിൻ എന്ന ഗ്രീൻ എനർജി ഉപയോഗിച്ച് ഓടുന്ന ട്രെയിൻ ഉണ്ടാക്കിയതിന് ശേഷം ഇന്ധനമില്ലാതെ അല്ലെങ്കിൽ ഗ്രീൻ എനർജി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇന്ത്യ. അതിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി ലഡാക്ക് മാറുകയുമാണ്.